ഒന്നുകിൽ നിങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യം അറിയാതെ നമ്മളൊരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫെയിലിയർ ചാൻസസ് കൂടുതലാണ്. ടെക്നിക്കലായി അറിഞ്ഞ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആവുമെന്നുള്ള ഐഡിയ എനിക്കില്ല. അതിന് ഞാൻ എതിരാണ്. അല്ലെങ്കിൽ അവർ സക്സസ്ഫുൾ ആവുമെന്നുള്ള അഭിപ്രായവും എനിക്കില്ല. പകരം നിങ്ങൾ കറക്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്താൽ ഒന്നുകിൽ നിങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു സംരംഭത്തിലെങ്കിലും നിങ്ങൾ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഐഡിയ ഇല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ജയിക്കും, അങ്ങനെ ജയിക്കാറുണ്ട് ആളുകൾ. അല്ലെങ്കിൽ എന്തെങ്കിലും തോൽക്കുക മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങളൊന്നും പഠിക്കാൻ പോലുള്ള, കാരണം നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടാണ് ഇറങ്ങിയത്. അതാണ് എൻ്റെ ഒരു ആശയം. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ 1 മിനിറ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ബെനിഫിഷ്യൽ ആവട്ടെ എന്നാണ് എൻ്റെ ഒരു ബിഗർ വിഷൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വളരെ മെന്ററബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുകയും അവരെ മെന്റർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതൊരു യൂസ്ഫുൾ സിനാരിയോ ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. ശരിയാണ്. ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പേർട്സ് വന്നാൽ മാത്രമേ, അവരെ ഫോളോ ചെയ്താൽ മാത്രമേ ആ ഒരു മേഖലയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മാറുള്ളൂ. റാൻഡം ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടൊന്നും എവിടെ എത്തില്ല.